വേണ്ട, സിദ്ദീഖാത്തിൽപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉച്ചക്കുണ്ട് വിശ്രമിക്കാൻ ഉറങ്ങാൻ കിടക്കുക. ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നല്ല ചൂടുകാലോ അല്ലെ പ്രത്യേക AC ഒന്നും ഇല്ലല്ലോ, വിയർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വിയർത്തിട്ട് മുത്തുമണി പോലെ വിയർപ്പ് ഇങ്ങനെ പൊന്തി വന്നാൽ നബി തങ്ങൾ നല്ലോണം ഉറങ്ങിയാൽ ഇവരെന്താ ചെയ്യുക, ഒരു കുപ്പിയായിട്ട് ഒരു ഈത്തപ്പന്റെ ഓല കുറച്ച് ചീന്തി എടുത്തിട്ടാവും. അതുകൊണ്ട് നല്ല വന്ന് അടുത്തിരുന്നിട്ട് ഈ വിയർപ്പ് ഇങ്ങനെ പൊടിഞ്ഞു നിൽക്കുന്നത് ഈ ഓല കൊണ്ട് മെല്ലെ പഠിച്ചെടുത്തിട്ട് ഈ കുപ്പിക്ക് ഇങ്ങനെ ആക്കുക. വിയർപ്പേ നമ്മളെ വിയർപ്പാണ്ട് കീലത്ത് മാസ്റ്റർ പറഞ്ഞേക്ക് കോഴിവണ്ടി പോയേക്കുണ്ടാവും നമ്മളെ വിയർപ്പ്. 2 ദിവസം ഈ വിയർപ്പ് കുപ്പിക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തങ്ങൾ ഓണന്നു നോക്കുമ്പോ ഉമ്മു സുലൈം ബീവി ഇതിങ്ങനെ പഠിച്ചെടുത്തിട്ട് ദീക്ക് കുപ്പിക്കാക്കുക. അതെയാ ഉമ്മു സുലൈം എന്ന് ചോദിച്ചു. എന്താ ചെയ്യുന്നു ചോദിച്ചു. ഇടിയേ തങ്ങളെ വിയർപ്പേ ഞങ്ങള് ഏറ്റവും വലിയ നല്ല ആഘോഷമോ പരിപാടിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഉപയോഗിക്കാനുള്ള സുഗന്ധമായിട്ടും ഞങ്ങളെ കുട്ടികൾക്ക് വല്ല സുഖേട് വന്നാൽ അതിന് മരുന്നായിട്ടും സൂക്ഷിക്കാൻ നബിയാർ. 2 ആവശ്യം. ഒന്ന്, കുട്ടികൾക്കോ മറ്റോ സുഖേട് വന്നാൽ അതിന് കൊടുക്കാനുള്ള മരുന്ന്. അതിന്റെ പുറമെ വലിയ ആഘോഷ സമയങ്ങളിലൊക്കെ ഏറ്റവും മുന്തിയ അത്തർ പൂശ അതിന് വിധങ്ങളുടെ വിയർപ്പെടുത്ത് പൂച്ചാൽ മതി. ഈ അത്തർ പൂശേണ്ട ആവശ്യത്തിനും മരുന്നായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യത്തിനും വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് അംഗീകരിച്ചു കൊടുത്തു. ഇനി വേണ്ട, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എത്ര സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന കുപ്പായം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സൂക്ഷിച്ചു വെക്കുകയും അവരുടെ മരണം വരെ ആരെങ്കിലും വന്ന് തങ്ങളുടെ ശേഷം വല്ല രോഗവും വന്നിട്ട് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ കുപ്പായം അതിലൊന്ന് ഇട്ടിട്ട് എടുത്തു കൊടുക്കും. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ട് വഫാത്തായപ്പോ അവർക്ക് മക്കളില്ലല്ലോ. അപ്പോ പിന്നെ അനന്തരായിട്ട് കിട്ടാനുള്ള ഏട്ടത്തിയാണ് അസ്മാ ബീവി. 100 വയസ്സിന്റെ മേലെ ജീവിച്ചവരാ അസ്മാ ബീവിക്ക്. അങ്ങനെ അസ്മാ ബീവിന്റെ കൈ കിട്ടി. പിന്നത് ഈ അനന്തരായിട്ട് തങ്ങളുടെ ആയിഷ ബീവിന്റെ കയ്യിൽ വന്ന് ആയിഷ ബീവി ഇരുന്നിട്ട് അസ്മാ ബീവി പറയാണ്, അവരുടെ മരണം വരെ ഏതൊരാൾ ഒരു രോഗപ്രശ്നമായിട്ട് വന്നാല് ഈ കുപ്പായം എന്താക്കും, ഒരു പാത്രത്തിലിട്ട് അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കും. എന്നിട്ട് ഈ കുപ്പായം അവിടെ നിന്ന് എടുത്തിട്ട് ഈ വെള്ളം കൊടുത്തയക്കും. ഏത് രോഗത്തിനും. ഇപ്പൊ മറിഞ്ഞ മാർഗം തെളിഞ്ഞ മാർഗം എന്നൊക്കെ പറയണോര് മറുപടി പറയേണ്ടതാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് അല്ലാതെ കയറാതെ പറയാം. ഇപ്പൊ ഈ കുപ്പായത്തിലൊക്കെ തെളിഞ്ഞ മാർഗത്തിൽ കൂടെയുള്ള ശമനം ആഗ്രഹിക്കലാണോ മറിഞ്ഞ മാർഗത്തിലൂടെയുള്ള ആഗ്രഹിക്കലാണോ എന്നൊക്കെ ഓരോരുത്തരും സ്വന്തം ചിന്തിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ഏതായാലും ആട്ടെ, ഇങ്ങനെ നിരാക്ഷേപം നടന്നു പോകുന്നില്ല. അതുപോലെ തന്നെ ഉമ്മു സലമാ റളിയല്ലാഹു തആല നബി തങ്ങളുടെ ഭാര്യയാവുന്ന ഉമ്മു സലമാ റളിയല്ലാഹു തആല അവരുടെ കയ്യിൽ കുറെ നബി തങ്ങളുടെ മുടി ഉണ്ടായിരുന്നു. അത് ഒരു വെള്ളി കൊണ്ടുള്ള ഒരു ഡപ്പിയിലാക്കി അത് ഈ ഒരു വെള്ളി കൊണ്ടുള്ള മറ്റൊരു ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുക. ഇങ്ങനെ വല്ല രോഗപ്രശ്നം വന്നിട്ട് ഉമ്മു സലമാ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ ഈ പെട്ടി തുറന്ന് ഈ ഡപ്പിയിലുള്ള മുടി എടുക്കുകയും ഈ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടാവും ആളുകൾ, ആ പാത്രത്തിൽ ഈ മുടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യും. അത് പഴയ സ്ഥാനത്ത് തന്നെ വെച്ച്. അപ്പൊ ഇങ്ങനെ എടുത്താൽ ഇതുകൊണ്ട് രോഗം മാറുന്നു ഉമ്മു സലമാ റളിയല്ലാഹു തആല അൻഹക്കും വിശ്വാസമുണ്ട്, ഈ കൊണ്ടുവരുന്ന ആളുകൾക്കും വിശ്വാസമുണ്ട്. അതുകൊണ്ട് രോഗം മാറുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ നിലക്ക് ഇതിലിപ്പോഴും ആരാധന എന്തായാലും ഇല്ല. മറിഞ്ഞ മാർഗത്ത് കൂടെ ഒരു ഉപകാരമുണ്ട്. അല്ല, തെളിഞ്ഞ മാർഗത്ത് കൂടെയാണെന്ന് അറിയാമെങ്കിൽ അപ്പം മെഡിക്കൽ കോളേജുകളിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. ഈ പെട്ട 2 ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പുതിയതായിട്ട് തുടങ്ങാം. ഒന്ന് കുപ്പായം വെള്ളത്തിൽ എടുത്തിട്ട് ചികിത്സിക്കുന്ന ഒരു വകുപ്പും, മറ്റൊന്ന് താടി മുടിയൊക്കെ പാടെ ഒരു കൂട്ടിയിട്ട് അതൊരു പാത്രത്തിലിട്ടിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്ന ഒരു വകുപ്പുമായിട്ട് കുറെ രോഗങ്ങൾ മാറാൻ കുറെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പണിയായി കിട്ടും. അങ്ങനെ വഴിയില്ലല്ലോ. അതൊന്നും തെളിഞ്ഞ മാർഗത്തിലൂടെയുള്ളതല്ല, മറിഞ്ഞ മാർഗത്തിലൂടെയുള്ള ഉപകാരം തന്നെയാണ്. പക്ഷെ ഇവിടെ മറിഞ്ഞ മാർഗം തെളിഞ്ഞ മാർഗം വെറുതെ ഇല്ലാത്തത് ഓരോന്ന് അള്ളാന്റെ ദീനിൽ പറഞ്ഞുണ്ടാക്കിക്കാണ്ട് എന്നിട്ട് അതൊന്നുമല്ല കാര്യം. മറിച്ച് അള്ളാഹു ബഹുമാനിച്ച് അള്ളാഹു സ്നേഹിച്ച് അള്ളാഹു ആദരിച്ചവരാണ് എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന ബർക്കത്ത് കൊണ്ട് ആ ബർക്കത്ത് കൊണ്ട് കാര്യങ്ങൾ നിൽക്കുന്ന ആദരവിന്റെ ഭാഗമാണ്. ഒന്ന്, മഹാന്മാരായ ഔലിയാക്കൾ മഹാത്മാക്കൾ പോലെയുള്ളവരുടെ ഖബറിടത്തുകൾ ചെയ്യുന്ന സുജൂദ്. മറ്റൊന്ന്, ജീവിച്ചിരിക്കുന്ന ചില മഹാന്മാരെന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളുടെ മുന്നിൽ അവരുടെ അനുയായികൾ ചെയ്യുന്ന സുജൂദ്. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഈ 2 സുജൂദും ഹറാമാണ്, തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അവർക്ക് ഉലൂഹിയത്ത് വിശ്വാസമോ അതല്ലെങ്കിൽ
പരമമായ വണക്കമോ ഉദ്ദേശം ഇല്ലാതെ തന്നെയാണെങ്കിൽ വെറും ബഹുമാനിക്കുക, ആദരവ് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇസ്ലാം ഹറാമാക്കി നിരോധിച്ച കഠിനമായ ഹറാമാണ്. അത് ശിർക്കാണെന്ന് പറയാൻ കഴിയില്ല, കടുത്ത ഹറാമാണ്, ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. അതേസമയത്ത് ഇബാദത്തിന് അർഹതയുള്ള ഉപദ്രവങ്ങളുടെ ഉടമാവകാശമുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഏതായാലും അത് ഷിർക്കിന്റെ ഭാഗവുമായി. അതൊന്നുമില്ല, ശരിക്കും മൂമിനാണ്. അതോടുകൂടി ഇത് എന്റെ ഒരു മഹാനായ ഒരു വലിയാണ്, ഷെയ്ഖാണ് അല്ലെങ്കിൽ ഒരു നബിയാണ് എന്ന നിലക്ക് ബഹുമാനാദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ആ സുജൂദ് ചെയ്തതെങ്കിൽ അത് ഖബറിങ്ങലാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരുടെ മുമ്പിലാണെങ്കിലും രണ്ടായാലും വൻദോഷങ്ങളിൽപ്പെട്ട ഹറാമാവുന്നു. തൗബ ചെയ്ത് മടങ്ങേണ്ട കുറ്റമാണ്, ചെയ്യാൻ പാടില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഷിർക്ക് തന്നെ ആകും, അല്ലെങ്കിൽ വൻദോഷങ്ങളിൽപ്പെട്ട ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഒന്നതാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞ്? ആരാധന പ്രയോഗം. ആരാധന എന്ന പ്രയോഗം അള്ളാഹു അല്ലാത്തവർക്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമായി തെറ്റാണത്. വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ പോലും, ഉദാഹരണം, പലപ്പോഴും വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്ന സഭയിൽ വെച്ച് തന്നെ മുസ്ലിങ്ങളായ ആളുകൾ പോലും ഈയിടെ ജിദ്ദയിൽ എല്ലാ മതസംഘടനയുടെ പ്രതിനിധികളും ഉൾക്കൊള്ളുന്ന, രാഷ്ട്രീയമായിട്ടല്ല, എല്ലാ മതസംഘടനകളുടെയും പ്രതിനിധികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു, KMCC സംഘടിപ്പിച്ച. അതിൽ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ആയിരുന്നു അധ്യക്ഷൻ. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോ ആ സ്വാഗത ഭാഷണം നടത്തിയ വ്യക്തി പറഞ്ഞതായി ഞാൻ കേട്ടു, ആരാധ്യനായ നേതാവ് എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളെ സംബോധന ചെയ്തത്. അത് ആ സഭയിൽ അനങ്ങതൊക്കെ ശിർക്കായി കാണുന്ന രണ്ട് വിഭാഗം മുജാഹിദുകളും ജമാഅത്തുകളും സുന്നികളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആരും അങ്ങനെ ഒരു പ്രയോഗം തെറ്റാണ് എന്ന് പറയുന്നത് കേട്ടില്ല. ഞാൻ അതൊരു ഗ്രൂപ്പും പ്രശ്നമാക്കണ്ട എന്നുള്ളത് കൊണ്ട് പറയാതെ ഏതായാലും പറയട്ടെ, അത് ശരിയല്ല, ആ പ്രയോഗം തെറ്റാവുന്നു, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ശിർക്കാവുന്നു ഞാൻ പറയുന്നില്ല. കാരണം ആരാധന എന്നതിന് ഭാഷയിൽ, മലയാള ഭാഷയിൽ തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥത്തിൽപ്പെട്ട കേവല ബഹുമാനം എന്ന അർത്ഥമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രയോഗവും ആ വാക്കിന് മലയാളത്തിലുണ്ട് എന്നതുകൊണ്ട് ശിർക്കൊന്നും വരൂല. എങ്കിൽ പോലും ഒരു മുസ്ലിമായ മനുഷ്യൻ അത് പ്രയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇബാദത്ത് എന്ന് തന്നെയാണ് അതിന് പരിഭാഷപ്പെടുത്തുക. ഇബാദത്ത് എന്നത് ഏതർത്ഥത്തിൽ പറഞ്ഞാലും അല്ലാത്തവർക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാവുന്നു, അത് ഉപയോഗിക്കാൻ പാടില്ല, അബദ്ധമായ പ്രയോഗങ്ങളിൽപ്പെട്ടതാണ്. അതെന്തുകൊണ്ട് തിരുത്തി കൊടുക്കുന്നില്ല? ഹറാമാണ്. അതുകൊണ്ട് നിങ്ങളാ പറഞ്ഞ ആള് മുശ്രിക്കായി, അതുകൊണ്ട് ഇനി എന്താക്കണം? ഷാത്തിൽ മേലി ഇസ്ലാമിക ഭരണം പണ്ട് ഇയാള് ചെറുക്കളം എന്തോ തുണി ഇട്ടതിനൊറ്റ അവിടുന്ന് കോഴിക്കോട് എത്തിയപ്പം മുശ്രിക്കാണ് തൗബയാണെന്ന് പറഞ്ഞ പാണക്കാട് എത്തിയപ്പോൾ ഒക്കെ മാറിയും ചെയ്ത് പറഞ്ഞ അങ്ങനെ നോക്കണ്ട, അല്ലാതെ തുറന്ന് പറയാ. അങ്ങനെ പ്രയോഗിക്കുന്നത് തെറ്റാണ്, ശിർക്കാവുന്നൊന്നും പറയണ്ട, അത് പറയണം. ഇതിവിടെ അല്ല, ഞാൻ മുമ്പ് വലിയൊരു സഭയെന്ന് കേട്ടിട്ടുണ്ട്, അന്നും അത് തിരുത്തുന്നത് ഞാൻ കേട്ടിട്ടില്ല. വലിയൊരു സഭയിൽ എന്ന് പറഞ്ഞാൽ മഞ്ചേരി സഭാ ഹാളില് ഒരു വലിയ പരിപാടി ഉണ്ടായിനി. അന്ന് എന്റെ ബഹുമാനപ്പെട്ട ആദരണീയനായ കോട്ടുമല ഉസ്താദ് ഉൾപ്പെടെ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കൊരമ്പയിൽ അഹമ്മദ് ഹാജി ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞതും ഇതേ പ്രയോഗം തന്നെയായിരുന്നു, ആരാധ്യനായ നേതാവ് എന്ന. വലിയ വലിയ പണ്ഡിതന്മാർ, കോട്ടുമല ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ വലിയ മഹാനാ, അവരുൾപ്പെടെയുള്ള മഹാന്മാർ സ്റ്റേജിൽ ഇരിക്കുമ്പോ പറഞ്ഞു, ഇനി തങ്ങൾ തന്നെ വലിയ പണ്ഡിതനല്ലേ, ശിഹാബ് തങ്ങൾ തന്നെ വലിയ പണ്ഡിതനാണ്, അവിടെ നിന്ന് ചെറുതായി കണ്ടുകൂടാ. ഇപ്പോൾ ഹൈദരലി ശിഹാബ് ആണെങ്കിൽ ഫൈസിയാണ്, മറ്റേയാൾ അസ്ഹർ എന്ന് പഠിച്ച വലിയ പണ്ഡിതനാണ്, അവരൊക്കെ വലിയ ആലിമീങ്ങളാണ്. അപ്പോ അതുകൊണ്ട് ശിർക്ക് വരികയാണെങ്കിൽ എന്തായാലും അത് തിരുത്തും, ശിർക്ക് വരികയാണെങ്കിൽ തിരുക്കൂ. അതിലേതോ ഒരു കുട്ടി മോജാരിറ്റി പുറത്തുനിന്ന് സഭയെന്ന് പറഞ്ഞു, ആരാധ്യം എന്ന് പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു യുത്രീകാരൻ അതിന്റെ തൊട്ട് പുറത്തിരിക്കുന്നു. അപ്പൊ മൂലമായിട്ടുള്ള കണ്ടാറ്റം കാട്ടണം കരുതിയിരിക്കുന്ന സമയമാണ് കേട്ടോ.
ഓട്ടത്തുപ്പിട്ട് വന്നിട്ട് ബുദ്ധിയില്ലാത്തതിന്റെ അടയാള ആരാധന എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥം ഉണ്ടെന്നറിയോ? പിന്നെ ആ കുട്ടി പിന്നൊന്നും മുണ്ടിയില്ല. അങ്ങനെയാണ്. അപ്പൊ ചുരുക്കത്തിൽ അതൊരു തെറ്റായ പ്രയോഗമാവുന്നു. ആ പ്രയോഗം മുസ്ലിങ്ങളിൽ നിന്നിട്ടുണ്ടാവുന്നത് ശരിയല്ല. അർത്ഥം എന്തുണ്ടെങ്കിലും ആണ് ശരി. അർത്ഥം എന്തുണ്ടെങ്കിലും ആ പ്രയോഗം ശരിയല്ല. അതേ സമയത്ത് താരങ്ങളെ സംബന്ധിച്ച്, സിനിമാ താരങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കുറെ രസികർ മന്ത്രങ്ങളുണ്ടല്ലോ പലതും. മമ്മൂട്ടിക്കായാലും അത് തമിഴിലെത്തുമ്പോഴാണ്, നമ്മളവിടെ എത്തുമ്പോ എന്താണ് ഫ്രാൻസിയോ എന്ത് പണ്ടറായാലും വേണ്ടിയില്ല, ഈ ആരാധക വൃന്ദം എന്ന് തന്നെയാണ് അതിനൊക്കെ പരിഭാഷപ്പെടുത്തുന്നത്. അതേതായാലും തെറ്റാണല്ലോ, ഉറപ്പന്നെ. ആ തെറ്റിന്റെ പുറമെ ചിലപ്പോൾ ജാഹിലീങ്ങളായ ആളുകളിൽ ഒരു ദിവ്യമായ അവസ്ഥയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരലുണ്ടെങ്കിൽ ശിർക്കന്നെ വരും. അവിടെ എത്തുന്നുണ്ട്. ജയലളിത ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്ഷേത്രം ഉണ്ടാക്കി പൂജ നടത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പം മുഖ്യമന്ത്രിയായതിന്റെ ശേഷമല്ല. അതാണെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് കരുണാനിധി പുറത്തുണ്ടാകുമ്പോ പുറത്തും രണ്ട് ശക്തി നിൽക്കുക. ഇതല്ല, സിനിമാ നടിയായിരുന്ന നമ്മളെ ഇയാളുണ്ടായിനല്ലോ, MGRന്റെ നായികയായിട്ട് ലോകം കണ്ട ഹൂറുലീങ്ങളിൽപ്പെട്ട ഇമാമത്ത് ആയിട്ട് അവർ കണ്ടിരുന്നീന്. അങ്ങനെ ദൈവമായി വിശ്വസിക്കുകയും ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും അവരെ പ്രതിഷ്ഠ അവിടെ പൂജിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടത്തേക്കാണ് ഇത് ചെന്നെത്തുന്നത്. അതുകൊണ്ട് അത് ശിർക്കിലേക്ക് കൂട്ടുന്നതാണ് എന്നേതായാലും പറയേണ്ടതാണ്. മോമിനീങ്ങൾക്ക് അത് ശരിയല്ല. മമ്പുറത്ത് സിയാറത്തിന് പോകുമ്പോൾ ചില ആളുകൾ, ഇവരില്ലാത്ത ആളുകളായിക്കാരോ, അവിടുന്ന് മമ്പുറത്ത് തങ്ങളെ കാക്കണേ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ. ഉണ്ടായിക്കും, ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അപ്പം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് നിഷേധിക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഏത് ആ പ്രയോഗം കൊണ്ട് ശിർക്ക് വരൂല, കുഫ്രിയത്ത് വരൂല, ഹറാമ് വരൂല, അനിസ്ലാമികം വരൂല. നാടൻ ജായിസായ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാ, വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. അതിൽ കവിഞ്ഞൊന്നും അതിലില്ല. എന്നാലും ഇപ്പൊ നമ്മൾ പറയാ അങ്ങനെ ഒരു പ്രയോഗം കൊണ്ട് ശിർക്ക് വരുമോ? ബദ്രീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഏത് വെപ്പിലാണല്ലോ കാഫറാക അന്ന് പറയണ നിങ്ങൾക്ക്? ഏത് വെപ്പിലാണ്? ഒപ്പിട്ടുണ്ടല്ലേ. ഒരാള് ശിർക്ക് വെക്കുക എന്ന് പറയുകയാണെങ്കിൽ എന്തു വേണം? ഉലൂഹിയത്തിലോ അതല്ലെങ്കിൽ അതിന്റെ ഖുസൂസിയത്തിലോ പങ്കു ചേർക്കണം. ഇലാഹാണെന്നുള്ള വിശ്വാസമോ അല്ലെങ്കിൽ ഇലാഹിന് മാത്രമുള്ള സൃഷ്ടികൾക്കൊന്നും ഇല്ലാത്ത ഇലാഹിന് മാത്രമുള്ള വല്ല ഗുണവും ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ശക്തിക്ക് ഉണ്ട് എന്ന വിശ്വാസം ഉണ്ടോ എന്നാ ശിർക്കാണ്. അങ്ങനെ ഉണ്ടോ? ഡോക്ടറെ, ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. വക്കീലെ, ഞാൻ വലിയ പ്രശ്നത്തിലാണ്. ഞാൻ എന്റെ കുട്ടികളുമായിട്ട് നാളെ റോട്ടിക്ക് ഇറങ്ങേണ്ടി വരും. നിങ്ങൾ ഈ കാര്യത്തിൽ എന്നെ ശരിക്കും സഹായിക്കണം. അതുകൊണ്ട് ഒരു മുജാഹിദും കാഫറാവും ശിർക്കാവും എന്ന് പറയുന്നില്ലല്ലോ, ഇല്ലേ? പറയുന്നുണ്ടോ? ഡോക്ടറെ അടുത്ത് നിന്നുകാണ്ട് അല്ലെങ്കിൽ വക്കീലിന്റെ അടുത്ത് നിന്നുകാണ്ട് ഈ പറയുന്നത് ഓൻ പറയണത് എന്നെ സഹായിക്കണം തന്നെ. ഇല്ലെങ്കിൽ എന്തായി പോവും? വലിയ ഇതാണ്, ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയില്. മറ്റോടത്ത് ഞാനും മക്കളും എന്താവും? റോട്ടിൽ തെരുവാധാരായി പോവും. നിങ്ങൾ ഇന്ന് ഇന്ന കാര്യമായിട്ട് ആ വിഷയത്തിൽ സഹായിക്കണം. എന്താ? ജീവിച്ചിരിക്കുന്നവരോടാണ്. ജീവിച്ചിരിക്കുന്നതായതുകൊണ്ട് മരിച്ചാ കഴിഞ്ഞു. 6000 ചില്ലാൻ ആയത്തുണ്ട്. ചൊർക്കിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ. ചൊർക്കിന് 6666 എന്ന് പറയലുമുണ്ട്. അങ്ങനെ ആട്ടെ, ഈ 6000 ചില്ലാന ആയത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരായത്ത് ലക്ഷക്കണക്കായ ഹദീസുകളിൽപ്പെട്ട ഒറ്റ ഒരു ഹദീസ് സഹിയായ ഈ 2/1 കൊണ്ട് മരണപ്പെട്ടവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമെന്നും ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിച്ചാൽ ശിർക്കാവില്ല എന്നും ഖുർആനിൽപ്പെട്ട ഒരായത്ത് കൊണ്ടോ ഹദീസുകളിൽപ്പെട്ട സഹിയായ ഒറ്റൊരു ഹദീസ് കൊണ്ടോ നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ ടീം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ ഈ തർക്കം നിർത്തും. അതില്ലാതെ നിങ്ങൾ എല്ലാവർക്കും തിരിയും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിച്ചു തരൂല. അങ്ങനെയില്ല. മറിച്ച് സൃഷ്ടികൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ ഇല്ലേ എന്നതാണ് പ്രശ്നം. അത് ജീവിച്ചിരിക്കുന്നവര് മരണശേഷം എന്നല്ല. പടച്ചവനില്ലാത്ത പടപ്പൊക്കെ ഒരു കണക്കാ. പടപ്പാവുന്ന പടപ്പുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പടപ്പിന് ഉപകാരങ്ങളുടെയോ ഉപദ്രവങ്ങളുടെയോ സ്വന്തമായ ഉടമ ഉണ്ട് എന്ന വിശ്വാസമാണ് ശിർക്ക്.